ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പഠിക്കേണ്ടത് ചരിത്ര മേഖലയാണ്. ചരിത്ര മേഖലയിൽ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്, ഇന്ത്യൻ ചരിത്രമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്ക് നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം. പ്ലാസി യുദ്ധവും അതുപോലെ തന്നെ ബക്സാർ യുദ്ധവുമാണ്. ഏതൊക്കെയാണ്ട പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും അതുപോലെ തന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കമിട്ടതിൻ്റെ കുറച്ച് പോയിന്റ് നമുക്കൊന്ന് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി തവണ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഏതാ പ്ലാസി യുദ്ധവും അതുപോലെ തന്നെ ബക്സാർ യുദ്ധവും. കുറച്ച് പോയിന്റുകളെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പം കൃത്യമായിട്ട് അത്രയും പോയിന്റ് പൂർണ്ണമായിട്ട് അങ്ങ് പഠിച്ചേക്കണം. ക്ലിയർ ആവില്ല. പഠിക്കേണ്ടത് പ്ലാസി അതുപോലെ തന്നെ ബക്സാർ, ബ്രിട്ടീഷ് ആധിപത്യത്തിന് കുറച്ച് പോയിന്റ് കൂടി ചർച്ച ചെയ്യാം ഒരു വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോവാം. ആദ്യം പഠിക്കാം പ്ലാസി യുദ്ധമാണ്. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757 ജൂൺ 23. ഡേറ്റ് ഉൾപ്പെടെ അങ്ങ് പഠിച്ചേക്കണം. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757 ജൂൺ 23 എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. പ്ലാസി യുദ്ധം നടന്ന സംസ്ഥാനം ഏതാണ്? വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളാണ്. വെസ്റ്റ് ബംഗാൾ എന്ന കാര്യം അവർക്ക് 2 പോയിന്റ് മുൻകാലമായിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757 ജൂൺ 23. പ്ലാസി യുദ്ധം നടന്ന ഇന്ത്യൻ സംസ്ഥാനം വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കണം. ക്ലിയർ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കമിടാൻ കാരണമായ പോരാട്ടം, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കമിടാൻ കാരണമായ പോരാട്ടമാണ് പ്ലാസി യുദ്ധം എന്ന് അറിയപ്പെടുന്നു. ഒരുപാട് തവണ വന്നിട്ടുണ്ട്. LGS-നായാലും LDC ടൈപ്പ് ഒട്ടനവധി തവണ നമുക്ക് അറിയാനുള്ള കാര്യമാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കമിടാൻ കാരണമായ പോരാട്ടം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്ലാസി യുദ്ധമാണ്. ആദ്യം കച്ചവടത്തിന് വേണ്ടിയായിട്ടാണ് യൂറോപ്യന്മാർ ഇന്ത്യയിലെത്തിയത്. കച്ചവടം പരിപോഷിപ്പിക്കാൻ, കൂടുതൽ സമർത്ഥമാക്കാൻ വേണ്ടി അവർ ഇന്ത്യയിൽ ഒരു കമ്പനി സ്ഥാപിച്ചു. ആ കമ്പനി അറിയപ്പെടുന്ന പേരാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1600 ഡിസംബർ 30. അവിടെയും ഡേറ്റ് ഉൾപ്പെടെ തന്നെ പഠിച്ചേക്കണം. ക്ലിയർ ആയി. ഇപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏത്? 1600 ഡിസംബർ 30 ചോദ്യമുണ്ട്. ഇന്ത്യയിൽ കച്ചവടത്തിനായി സ്ഥാപിതമായ ആദ്യ യൂറോപ്യൻ കമ്പനി ഏത്? ചോദ്യം ഒന്നുകൂടി. ഇന്ത്യയിൽ കച്ചവടത്തിനായി സ്ഥാപിതമായ ആദ്യ യൂറോപ്യൻ കമ്പനി ഏത്? ആൻസർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. വർഷം 1600 ഡിസംബർ 30. ക്ലിയറോ? പതിയെ കച്ചവട സമ്മർദ്ദം 15 വർഷമായിരുന്നു, പിന്നെ 20 ആക്കി, വീണ്ടും 20 കൂട്ടി, വീണ്ടും 20 കൂട്ടി. ഇന്ത്യയിൽ ആധിപത്യ മനോഭാവം ആർക്ക് വന്നു തുടങ്ങി? കമ്പനിക്ക് വന്നു തുടങ്ങി. ഇന്ത്യക്കാരുടെ കച്ചവട, വ്യാപാര, സാംസ്കാരിക, മത കാര്യങ്ങളെല്ലാം അമിതമായിട്ട് ബ്രിട്ടീഷുകാർ ഇടപെടാൻ തുടങ്ങി. ബ്രിട്ടീഷുകാരുടെ ആ തേരോട്ടത്തിന് എതിരെ ഇന്ത്യയിൽ നടന്ന ഒരു ചെറുത്ത് നിൽപ്പാണ് ഏതിലേക്ക് നയിച്ചത്? പ്ലാസി യുദ്ധത്തിലേക്ക് നയിച്ചത്. ചതിയിലൂടെയാണ് പ്ലാസി യുദ്ധത്തിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കമിടുന്നു എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. അപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വർഷം 1600 ഡിസംബർ 30. അപ്പൊ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കമിടാൻ കാരണമായ പോരാട്ടം പ്ലാസി യുദ്ധം. വർഷം 1757 ജൂൺ 23. പ്ലാസി യുദ്ധം നടന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കുക. ക്ലിയർ ആവോ? ക്ലിയർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് തുടക്കമിട്ട പ്രദേശം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് തുടക്കമിട്ട പ്രദേശമാർന്ന് ഏതാ പറഞ്ഞേ? ബംഗാളാണ്. ക്ലിയർ. ദേശീയ പ്രസ്ഥാനത്തിന് തുടക്കം, ദേശീയ പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ച സ്ഥലം ഏത്? ആൻസർ ബംഗാൾ എന്ന കാര്യം ഓർക്കാം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നും, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി, ദേശീയ പ്രസ്ഥാനം ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞ് അവർക്കെതിരെ ഉണ്ടായ ഒരു വികാരമാണ് ഏതാ? ദേശീയത. ദേശീയ പ്രസ്ഥാനം എന്ന പേരിലേക്ക് അറിയപ്പെടുന്നു. ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഓരോ ഇന്ത്യക്കാരുടെ ഉള്ളിലും ഉണർന്നു വന്ന ഒരു പ്രകൃതി, ഒരു സ്വഭാവമാണ് ദേശീയത. ദേശീയ പ്രസ്ഥാനം എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത്. ക്ലിയർ. അപ്പം ദേശീയ പ്രസ്ഥാനത്തിന് തുടക്കമിട്ട സ്ഥലമായിരുന്നു ബംഗാൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നും ഏതറിയപ്പെടുന്നു? ബംഗാൾ അറിയപ്പെടുന്നു. ക്ലിയർ ആവൂലേ? ക്ലിയർ. അപ്പൊ ഈ ആദ്യമായിട്ട് സ്ഥാപിതമായ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഈ ബംഗാൾ പ്രദേശത്ത്, ആദ്യമേ ബംഗാളൊക്കെ മുഗൾ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ഏതിന്റെ ഭാഗമായിരുന്നു? മുഗൾ സാമ്രാജ്യം. നമുക്കറിയാം 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിലൂടെ ബാബറാണ് ഇന്ത്യയിൽ ഏത് സ്ഥാപിച്ചത്? ഇതിനടുത്തറിയിട്ടത്
മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറയിട്ട ഒരു കേന്ദ്രീകൃതമായ മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട ഭരണാധികാരിയുടെ പേര് ബാബറാണ്. ഏത് വർഷത്തിൽ? 1526. ആ യുദ്ധം ഏതാണ്? ഒന്നാം പാനിപ്പത്ത് യുദ്ധം. ഏത് യുദ്ധമാണ് പറഞ്ഞേ? ഒന്നാം പാനിപ്പത്ത് യുദ്ധം ചോദിച്ചിട്ടുണ്ട് ഒട്ടനവധി തവണ. 1520 കണക്ടിംഗ് ആയിട്ട് പഠിക്കാം. രണ്ടാം പാനിപ്പത്ത് യുദ്ധം ഏത് വർഷത്തിൽ? 1556. ഏത് വർഷത്തിലാണ്? 1556. ക്ലിയർ? ഒരു പാനിപ്പത്ത് ഇവിടെ ഉണ്ട്. മൂന്നാം പാനിപ്പത്ത് യുദ്ധം 1761. 3 വർഷങ്ങളും ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് ചോദ്യം ഒന്ന് വായിച്ച് പഠിക്കാം. ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526, രണ്ടാം പാനിപ്പത്ത് യുദ്ധം 1556, മൂന്നാം പാനിപ്പത്ത് യുദ്ധം 1760. പാനിപ്പത്ത് ഹരിയാനയാണ്. പാനിപ്പത്ത് എവിടെയാണ്? ഹരിയാന എന്ന കാര്യം കൂടി ഒന്ന് പഠിച്ചേക്കണം. ക്ലിയർ ആവൂലേ? ക്ലിയർ അപ്പ് ഏതാണ്? ഈ പാനിപ്പത്ത് യുദ്ധത്തിലൂടെയാണ് മുഗൾ സാമ്രാജ്യത്തിന് ബാബർ അടിത്തറയിട്ടത്. ബംഗാൾ മേഖലയെല്ലാം ആദ്യകാലത്ത് മുഗൾ രാജവംശത്തിന്റെ ഭാഗമായിരുന്നു. ക്ലിയർ? പതിയെ പതിയെ ബംഗാള് ഒരു സ്വതന്ത്ര നാട്ടുരാജ്യമായിട്ട് മാറി. അതോടൊപ്പം തന്നെ മുഗൾ രാജാവായിരുന്ന ഫറൂഖ് സിയാൻ, പേര് പഠിച്ചേക്കണം, ഫറൂഖ് സിയാൻ എന്ന മുഗൾ ഭരണാധികാരി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാൾ മേഖലയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകി. രാജാവിന്റെ പേരെന്താണ്? ഫറൂഖ് സിയാൻ ചോദിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാൾ മേഖലയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ മുഗൾ ചക്രവർത്തിയുടെ പേരെന്താണ്? ആൻസർ ഫറൂഖ് സിയാൻ ആണ്. അവിടെയും ഒരു പ്രീവിയസ് ചോദ്യം കൂടെ ഓർമ്മയിട്ട് വയ്ക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മാഗ്ന കാർട്ട, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. എന്താണ്? ഫറൂഖ് സിയാൻ നൽകിയ രാജകീയ അനുമതി. അതറിയപ്പെടുന്ന പേരാണ് ഫർമാൻ. ഏത് പേര് അറിയപ്പെടുന്നു? ഫർമാൻ. വേറെ ഫർമാൻ എന്ന വാക്കിന്റെ അർത്ഥം രാജകീയ അനുമതി എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാൻ. ക്ലിയർ? അപ്പം ചരിത്രപരമായിട്ട് ബംഗാള് നമ്മൾ അത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞിടണം. എന്നാൽ എന്താണ് യുദ്ധം എന്ന് നമുക്ക് ആധികാരികമായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആവും. അപ്പം എന്താണ് പ്ലാസി, അതായത് പ്ലാസി യുദ്ധം നടന്ന ബംഗാള് തുടക്കത്തിൽ മുഗൾ രാജവംശത്തിന്റെ ഭാഗമായിരുന്നു. പതിയെ മുഗൾ രാജവംശത്തിൽ നിന്ന് ബംഗാള് ഒരു സ്വതന്ത്ര പ്രദേശമായിട്ട് മാറുകയാണ് ചെയ്തത്. ബംഗാൾ മേഖലയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാരം നടത്താൻ അനുമതി നൽകിയ മുഗൾ രാജാവിന്റെ പേര് ഫറൂഖ് സിയാൻ ആണ്. ഫറൂഖ് സിയാൻ കമ്പനിക്ക് നൽകിയ ഈ അധികാരം, ഈ അനുമതി അറിയപ്പെടുന്ന പേരാണ് ഫർമാൻ. ഇതറിയപ്പെടുന്ന പേരാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മാഗ്ന കാർട്ട. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഫറൂഖ് സിയാൻ നൽകിയ ഫർമാൻ എന്ന കാര്യം ഓർമ്മയിടാം. മാഗ്ന കാർട്ട ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രിക, ലോകത്തിലെ തന്നെ ആദ്യത്തെ അവകാശ പത്രികയാണ്. ഏത് പേരറിയപ്പെടുന്നത്? മാഗ്ന കാർട്ട. ഒരു 5 പോയിന്റ് മാഗ്ന കാർട്ടയുമായി ബന്ധപ്പെട്ട് കൂട്ടത്തൊന്ന് കണക്റ്റിംഗ് പോയിന്റ് ആയിട്ട് പഠിക്കാം. മാഗ്ന കാർട്ട ഒപ്പുവച്ച വർഷം 1215 ജൂൺ 15. മാഗ്ന കാർട്ട ഒപ്പുവച്ച വർഷം 1215 ജൂൺ 15. ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രിക, ആധുനിക ജനതയുടെ അവകാശങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന പത്രിക എന്നൊക്കെ ചോദിച്ചാൽ ആൻസർ മാഗ്ന കാർട്ടയാണ്. ഒപ്പുവച്ച വർഷം 1215 ജൂൺ 15. ഒപ്പുവച്ച മൈതാനം റണ്ണിമീഡ്, മൈതാനമൊക്കെ ചോദിച്ചിട്ടുണ്ട്. റണ്ണിമീഡ് മൈതാനം ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട് എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കുക. അപ്പം മാഗ്ന കാർട്ട ഒപ്പുവച്ച മൈതാനം റണ്ണിമീഡ് മൈതാനം വർഷം 1215 ജൂൺ 15. മാഗ്ന കാർട്ട എന്ന വാക്കിന്റെ അർത്ഥമാണെങ്കിൽ മഹത്തായ ഉടമ്പടിയാണ്. മാഗ്ന കാർട്ട എന്ന വാക്കിന്റെ അർത്ഥം മഹത്തായ ഉടമ്പടി. മാഗ്ന കാർട്ട ഏതു ഭാഷയിലെ പദം എന്ന് ചോദിച്ചാൽ ലാറ്റിൻ ഭാഷ. ഏത് ഭാഷയാണ്? ലാറ്റിൻ ഭാഷ. മാഗ്ന കാർട്ട ഏതു ഭാഷയിലെ പദമാണ്? ലാറ്റിൻ ഭാഷ. വേണമെങ്കിൽ പഠിക്കാം. ഹാബിയസ് കോർപ്പസ് ഏതു ഭാഷയിലെ പദപ്രയോഗമാണ്? ലാറ്റിൻ ഭാഷ. ഹാബിയസ് കോർപ്പസ് ഏതു ഭാഷയിലെ പദപ്രയോഗമാണ്? പഠിക്കും. ഏത് ഭാഷ? ലാറ്റിൻ ഭാഷ എന്ന കാര്യം കൂടിയും പഠിച്ചേക്കണം. ക്ലിയർ? അപ്പം മാഗ്ന കാർട്ടയുടെ പോയിന്റുകൾ കൃത്യമായിട്ട് പഠിച്ചേക്കണം. ഒട്ടനവധി തവണ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രിക, ആധുനിക ജനത
ജനതയുടെ അവകാശങ്ങൾ എല്ലാം ഉൾക്കൊണ്ട ആദ്യ പത്രിക എന്നൊക്കെ ചോദിച്ചാൽ മാഗ്ന കാർട്ടയാണ്. ഒപ്പുവെച്ച വർഷം 1215 ജൂൺ 15. മാഗ്ന കാർട്ട ഒപ്പുവെച്ച മൈതാനം റണ്ണിമിഡ് മൈതാനമാണ്. മാഗ്ന കാർട്ട എന്ന വാക്കിന്റെ അർത്ഥം മഹത്തായ ഉടമ്പടി. മാഗ്ന കാർട്ട എന്നത് ഏതു ഭാഷയിലെ പദപ്രയോഗമാണ്? ലാറ്റിൻ ഭാഷ. ഏതു ഭാഷയിലെ പദപ്രയോഗം? ലാറ്റിൻ ഭാഷ എന്ന കാര്യം കൂടിയും ഓർമ്മയിട്ട് വച്ചേക്കണം. ഇനി ഓർക്കാം, മാഗ്ന കാർട്ട ഒപ്പുവെച്ച രാജാവ് ജോൺ രാജാവ് അല്ലെങ്കിൽ ജോൺ രണ്ടാമൻ എന്ന് കാണും. ഏതെങ്കിലും ഒന്ന് ഓപ്ഷൻ ഉണ്ടായിരിക്കും. രണ്ടും ഒരു വ്യക്തി തന്നെയാണ്. ജോൺ രാജാവ് അല്ലെങ്കിൽ ജോൺ രണ്ടാമൻ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ഇനി ഓർക്കാം, മാഗ്ന കാർട്ട ഒപ്പുവെക്കുമ്പോൾ പോപ്പിന്റെ പേര് ഇന്നസെന്റ്. പേര് ഇന്നസെന്റ് മൂന്നാമൻ. പേരെന്താണ്ട? ഇന്നസെന്റ് മൂന്നാമൻ. നമ്മുടെ മലയാള സിനിമാ താരമല്ല എന്നാണ്. ആ സമയത്തെ പോപ്പിന്റെ പേരാണ് ഇന്നസെന്റ് മൂന്നാമൻ. ക്ലിയർ ആവില്ലേ? ഇനി അവിടെ വിശേഷണങ്ങളാണ് മുൻകാലമായിട്ട് ഒട്ടനവധി തവണ നമ്മളിവിടെ പഠിച്ചു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മാഗ്ന കാർട്ട മുഗൾ രാജാവായ ഫറൂഖ് സിയാൻ നൽകിയ ഫർമാനാണ്. എന്നാൽ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ത്? ആൻസർ മൗലിക അവകാശങ്ങൾ. എന്നാൽ ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട ഏതാണ്? 1858 വിക്ടോറിയോ രാജ്ഞിയുടെ വിളംബരം അല്ലെങ്കിൽ 1858 ക്യൂൻസ് പ്രൊക്ലമേഷൻ ആക്ട് എന്നൊക്കെ അറിയപ്പെടുന്നു. അത് അറിയപ്പെടുന്ന പേരാണ് ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട. തിരിയരുത്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട മൗലികാവകാശങ്ങൾ. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട 1858 വിക്ടോറിയോ രാജ്ഞിയുടെ വിളംബരം എന്ന കാര്യം ഓർമ്മിട്ട്. അടുത്ത ചോദ്യം മുൻകാലമാണ്. കേരളത്തിന്റെ മാഗ്ന കാർട്ട പ്രീവിയസ് നോക്കണ ഒട്ടനവധി തവണ വന്നിട്ടുണ്ട്. കേരളത്തിന്റെ മാഗ്ന കാർട്ട ക്ഷേത്ര പ്രവേശന വിളംബരം. കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്ന് ചോദിച്ചാലും ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്ന് ചോദിച്ചാലും തിരുവിതാംകൂറിന്റെ സ്പിരിച്വൽ മാഗ്ന കാർട്ട, തിരുവിതാംകൂറിന്റെ സ്പിരിച്വൽ മാഗ്ന കാർട്ട എന്ന് ചോദിച്ചാലും ആൻസർ തന്നെയാണ് ക്ഷേത്ര പ്രവേശന വിളംബരം. വർഷം കൂടി ഓർമ്മിച്ച് വയ്ക്കാൻ കണക്റ്റിംഗ് ആയിട്ട് 1936 നവംബർ 12. 1936 നവംബർ 12. നമ്മൾ 3 പോയിന്റ് പഠിച്ചു. ഒന്നുകൂടി പറയാം. കേരളത്തിന്റെ മാഗ്ന കാർട്ട, ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട, തിരുവിതാംകൂറിന്റെ സ്പിരിച്വൽ മാഗ്ന കാർട്ട. ഇതിന്റെ 3ന്റെ ആൻസർ തന്നെയാണ് ക്ഷേത്ര പ്രവേശന വിളംബരം. ഏത് വർഷത്തിലാണ്? 1936 നവംബർ 12. തിരിയരുത്. എന്നാൽ തിരുവിതാംകൂർ കർഷകരുടെ മാഗ്ന കാർട്ട ഏതാണ്? അത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. ആൻസർ പണ്ടാരപ്പാട്ട വിളംബരം. അത് 1865. പണ്ടാരപ്പാട്ട വിളംബരം വർഷം 1865 എന്ന കാര്യം കൂടിയും പഠിച്ചേക്കണം. തിരിയാതെ തന്നെ ഓർമ്മയിട്ട് വയ്ക്കുകയും വേണം. ക്ലിയർ ആവില്ല. അപ്പോൾ നമ്മൾ ഒൺവേഡായിട്ട് പഠിച്ച കാര്യങ്ങൾ: ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മാഗ്ന കാർട്ട, ഫറൂഖ് സിയാൻ നൽകിയ ഫർമാൻ. ക്ലിയർ. രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട 1858 വിക്ടോറിയോ രാജ്ഞിയുടെ വിളംബരം എന്ന കാര്യം ഓർമ്മയിട്ട് വച്ചേക്കണം. അടുത്ത് പഠിച്ച 3 പോയിന്റിന്റെ ആൻസർ ഒന്നാണ്. കേരളത്തിന്റെ മാഗ്ന കാർട്ട, ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട, തിരുവിതാംകൂറിന്റെ സ്പിരിച്വൽ മാഗ്ന കാർട്ട. ഇതിന്റെ 3ന്റെ ആൻസർ ക്ഷേത്ര പ്രവേശന വിളംബരം വർഷം 1936 നവംബർ 12 എന്ന കാര്യം കൂടി ഓർക്കാം. എന്നാൽ തിരുവിതാംകൂർ കർഷകരുടെ മാഗ്ന കാർട്ട ആൻസർ പണ്ടാരപ്പാട്ട വിളംബരം. പണ്ടാരപ്പാട്ട വിളംബരം ഏത് വർഷത്തിൽ? 1865 എന്ന കാര്യം കൂടി പഠിച്ചേക്കാം. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാഗ്ന കാർട്ടയാണെങ്കിൽ 1882 റിപ്പൺ പ്രഭുവിന്റെ വിളംബരം. 1882 റിപ്പൺ പ്രഭുവിന്റെ വിളംബരം. അപ്പോൾ ഇതാണ് ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാഗ്ന കാർട്ട. ചോദിച്ചാൽ ആൻസർ ഏതാ? 1882 റിപ്പൺ പ്രഭുവിന്റെ വിളംബരം എന്ന കാര്യം കൂടിയും ഓർമ്മയിട്ടേക്ക്. അത്രയും ഒരു ടോപ്പിക്കായിട്ട് ഒരു 10 പോയിന്റ് ഉള്ളൂ. പക്ഷെ എന്നാണ് ഒട്ടനവധി തവണ പ്രീവിയസ് ആയിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. അതോട് ഉപേക്ഷ വിചാരിക്കാത്ത ഒരു ചെറു ടോപ്പിക്കായിട്ടാണ് പഠിച്ച് വച്ചേക്കണം. ക്ലിയർ ആവില്ല. അപ്പം നമുക്ക് തിരിച്ചു വരാം.
എന്നാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാൾ മേഖലയിൽ ഭരണം നടത്താൻ അല്ലെങ്കിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ രാജാവാണ് ഫറൂഖ് ഹുസൈൻ. ഇതോടുകൂടി ബംഗാൾ മേഖലയിൽ സമർത്ഥമായിട്ടുള്ള വ്യാപാരത്തിന് വേണ്ടി ആരെത്തി? കമ്പനി എത്തി. ക്ലിയർ? അവിടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ അതിവിശാലവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു ഭൂപ്രദേശമായിരുന്നു. ഏതാ പറഞ്ഞേ? ബംഗാളാണ്. ക്ലിയർ? നല്ല അധികം വരുമാനമുണ്ടായിരുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു ബംഗാൾ. ക്ലിയർ? പതിയെ പതിയെ ബംഗാളിൽ അവർ ആധിപത്യം ശക്തമാക്കാൻ ആര് ശ്രമിച്ചുകൊണ്ടിരുന്നു? ബ്രിട്ടീഷുകാർ ശ്രമിച്ചുകൊണ്ടേ ഇരുന്നു. ക്ലിയർ? അവിടെ നിന്ന് വ്യാപാര സാധനങ്ങൾ എന്നാണ് നികുതി ഇനങ്ങളൊന്നും രാജ്യത്തിന് നൽകാതെ അവർ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ആരംഭിച്ചു. ഇതിനെതിരെ ഇന്ത്യയിലെ നേതാവായിരുന്ന സിറാജ് ഉദ്ദൗള, പേര് സിറാജ് ഉദ്ദൗള എന്നാണ്, ചെറുത്ത് നിൽക്കുന്നു. ഇതാണ് ഏതിന് കാരണമായത്? പ്ലാസി യുദ്ധം. അപ്പൊ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. സിറാജ് ഉദ്ദൗള എവിടത്തെ ഭരണാധികാരിയായിരുന്നു? ആൻസർ ബംഗാളിലെ ഭരണാധികാരി. അപ്പൊ സിറാജ് ഉദ്ദൗള എവിടത്തെ ഭരണാധികാരിയായിരുന്നു? ബംഗാളിലെ ഭരണാധികാരി. അപ്പൊ പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? സിറാജ് ഉദ്ദൗളയും ബ്രിട്ടീഷുകാരുമാണ്. ആരൊക്കെ തമ്മിലായിരുന്നു? സിറാജ് ഉദ്ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു. ക്ലിയർ ആവും? ഇനി പഠിക്കേണ്ടത് പ്ലാസി യുദ്ധത്തിലേക്ക് നയിച്ച കാരണം. ഏതൊരു യുദ്ധമായാലും കൃത്യമായിട്ട് എന്തുണ്ടായിരിക്കും? ഒരു കാരണം ഉണ്ടായിരിക്കും. പഠിക്കേണ്ടത് പ്ലാസി യുദ്ധത്തിലേക്ക് നയിച്ച കാരണം. ഒന്ന്, ബംഗാളിന്റെ അനുമതി കൂടാതെ ബ്രിട്ടീഷുകാർ കൊൽക്കത്തയിൽ കോട്ട കെട്ടിയത്. അതായത് എന്താണ്? ബംഗാളിലെ ഭരണാധികാരിയുടെ അനുവാദം കൂടാതെ ബ്രിട്ടീഷുകാർ എവിടെ കോട്ട സ്ഥാപിച്ചു? കൊൽക്കത്തയിൽ കോട്ട, ഫോർട്ട് വില്യം കോട്ട സ്ഥാപിച്ചു. അത് ഏതിന് കാരണമായി? പ്ലാസി യുദ്ധത്തിന് കാരണമായി. ക്ലിയർ ആവും? അതുപോലെ തന്നെ ബംഗാളിലെ നികുതി ഇനങ്ങളൊന്നും നൽകാതെ അവിടുത്തെ വ്യാപാര സാധനങ്ങൾ എന്ത് ചെയ്തു? അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയതും ഏതിന് കാരണമായി? പ്ലാസി യുദ്ധത്തിന് കാരണമായി. മൂന്നാമത്തെ കാരണം ഏറ്റവും പ്രധാനമാണ്, ഇരുട്ടറ ദുരന്തം. മൂന്നാമത്തെ കാരണമാണ് ഏതാ? ഇരുട്ടറ ദുരന്തം. അപ്പൊ ഇരുട്ടറ ദുരന്തം ഇന്ത്യൻ ചരിത്രത്തിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരുന്നു? മുൻകാല ചോദ്യം. ആൻസർ പ്ലാസി യുദ്ധമാണ്. അപ്പൊ ഇരുട്ടറ ദുരന്തം ഏത് വർഷത്തിൽ? 1756 വർഷം ഏതാണ്? 1756. എന്താണ് ഇരുട്ടറ ദുരന്തം? സിറാജ് ഉദ്ദൗള, ബംഗാളിലെ ഭരണാധികാരിയായിരുന്ന സിറാജ് ഉദ്ദൗളയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് കൊൽക്കത്ത നഗരം തിരിച്ചുപിടിക്കുകയും കൊൽക്കത്തയിൽ ഉണ്ടായിരുന്ന ഏകദേശം 146 വരുന്ന ബ്രിട്ടീഷുകാരെ ഒരു ഇരുട്ട് മുറിയിലടച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ഒരു ശ്രമം ആര് നടത്തി? സിറാജ് ഉദ്ദൗള നടത്തി. ഈ ശ്രമം അറിയപ്പെടുന്ന പേരാണ് ഇരുട്ടറ ദുരന്തം. ഏകദേശം 123 പേര് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ഏതിൽ മരണപ്പെട്ടു? ഇരുട്ടറ ദുരന്തത്തിൽ മരണപ്പെട്ടു. ക്ലിയർ? അപ്പൊ ഇരുട്ടറ ദുരന്തമാണ് ഏതിന് പ്രധാന കാരണമായത്? പ്ലാസി യുദ്ധത്തിന് പ്രധാന കാരണമായത്. ക്ലിയർ ആവൂലേ? അങ്ങനെ കൊൽക്കത്ത ആര് പിടിച്ചെടുത്തു? സിറാജ് ഉദ്ദൗള പിടിച്ചെടുത്തു. ക്ലിയർ? അങ്ങനെ ബ്രിട്ടീഷുകാരുടെ പരാജിത വാർത്ത അറിഞ്ഞ റോബർട്ട് ക്ലൈവ്, എപ്പോഴും നമ്മൾ പഠിക്കേണ്ട ഒരു പേരാണ് റോബർട്ട്. പേര് റോബർട്ട് ക്ലൈവ് ബ്രിട്ടീഷ് ഇന്ത്യ കണ്ട നല്ലൊരു യോദ്ധാവായിരുന്നു. ആരാ പറഞ്ഞേ? റോബർട്ട് ക്ലൈവ് 1757 ജനുവരി തുടക്കത്തിൽ തന്നെ സിറാജ് ഉദ്ദൗളയിൽ നിന്ന് ഏത് പിടിച്ചെടുത്തു? കൊൽക്കത്ത തിരിച്ചു പിടിച്ചു. ക്ലിയർ? അപ്പൊ എന്താണ്? ബ്രിട്ടീഷുകാരിൽ നിന്ന് സിറാജ് ഉദ്ദൗള ആദ്യം കൊൽക്കത്ത അവരുടെ വശത്താക്കുന്നു. അപ്പൊ അതിന് അദ്ദേഹം നടത്തി ഒരു ദുരന്തം നടത്തി. ആ ദുരന്തം ഇരുട്ടറ ദുരന്തം എന്നറിയപ്പെടുന്നു. ഇരുട്ടറ ദുരന്തം വർഷം 1756. ബ്രിട്ടീഷുകാർ പരാജിത വാർത്തറിഞ്ഞ യോദ്ധാവ് റോബർട്ട് ക്ലൈവ് സിറാജ് ഉദ്ദൗളയിൽ നിന്ന് കൊൽക്കത്ത നഗരം തിരിച്ചു പിടിക്കുന്നു. 1757 ജനുവരി. കൊൽക്കത്ത ആദ്യകാലത്ത് കൽക്കട്ട എന്നൊക്കെ അറിയപ്പെട്ട ഒരു പ്രദേശമായിരുന്നു. അപ്പൊ അവിടെ ഒരു മുൻകാലം പഠിക്കാം. 2001. ആ വർഷം പ്രധാനമായിട്ട് മുൻകാലമുണ്ട്. 2001 കൽക്കട്ട പേര് മാറി കൊൽക്കത്ത എന്ന് പേര് സ്വീകരിക്കുന്നു. കൽക്കട്ടയുടെ പേര് കൊൽക്കത്ത എന്നായി മാറിയ വർഷം ഏത്? 2001 എന്ന കാര്യം ഓർമ്മയിട്ട് വെക്കാൻ. ക്ലിയർ ആവും? അങ്ങനെ കൊൽക്കത്ത നഗരം തിരിച്ചു പിടിക്കുന്നതോടുകൂടി സിറാജ് ഉദ്ദൗളയും റോബർട്ട് ക്ലൈവൻ തമ്മിൽ അവിടെ ഒരു സന്ധിയിൽ സമാധാനം, യുദ്ധം ഇരു വിഭാഗക്കാരും നിർത്തിയെന്ന് ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നു. ആ ഉടമ്പടിയുടെ പേരാണ് അലി നഗർ സന്ധി.
അലിനഗർ സന്ധി എന്ന കാര്യം ഓർക്കുക. അപ്പൊ അലിനഗർ സന്ധി 1757 ജനുവരി 2. അലിനഗർ സന്ധി ഏത് വർഷത്തിൽ? 1757 ജനുവരി 2. അലിനഗർ സന്ധിയിൽ ഒപ്പുവെച്ച ഭരണാധികാരികൾ സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിൽ ഏത് വർഷത്തിൽ? 1757 ജനുവരി 2. ആ സന്ധിയുടെ പേരൊന്നുകൂടി പറഞ്ഞ് അലിനഗർ സന്ധി. സന്ധി ഏതാണ്? അലിനഗർ സന്ധി. അങ്ങനെ എന്നാണ് സമാധാനത്തിലൂടെ എന്നാണ് പോരാട്ടങ്ങളെല്ലാം ഇരു വിഭാഗക്കാരും അവസാനിപ്പിക്കുന്നത്. ക്ലിയർ ആവും. എന്നാൽ ബ്രിട്ടീഷുകാരുടെ കളിപ്പാവയായിട്ട് മാറി നിൽക്കാൻ അവിടെ ആർക്ക് ലക്ഷ്യമുണ്ടായിരുന്നില്ല? സിറാജുദ്ദൗളയ്ക്ക്. തന്റെ രാജ്യത്തിൽ നിന്ന്, ബംഗാളിൽ നിന്ന് ബ്രിട്ടീഷുകാരെ വേരോടെ പിഴുതെറിയുക എന്നൊരു ഉറച്ച ലക്ഷ്യം മാത്രമേ ആർക്കുണ്ടായിരുന്നുള്ളൂ? സിറാജുദ്ദൗളയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. സിറാജുദ്ദൗള അങ്ങനെ രഹസ്യമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പടനീക്കങ്ങൾ ആരംഭിച്ചു എന്നാണ്. ഒരു മികവുറ്റ സൈന്യത്തെയൊക്കെ ആര് വാർത്തെടുത്തു? സിറാജ് ഉദ്ദൗള വാർത്തെടുത്തു എന്ന കാര്യം ഓർക്കാം. അങ്ങനെ തന്റെ സൈനിക തലത്തിൽ നിന്നാണ് സൈനികത്തിന്റെ മുഴുവൻ തലവനായിട്ട് ആരെ നിയമിച്ചു? മിർ ജാഫർ. ആരെ നിയമിച്ചു? മിർ ജാഫറിനെ നിയമിച്ചു. ക്ലിയർ. അപ്പോൾ ഓർമ്മയിട്ട് വയ്ക്കാം, സിറാജുദ്ദൗളയുടെ സൈനിക തലവന്റെ പേരുണ്ട് മിർ ജാഫർ ആണ്. പേരെന്താ പറഞ്ഞേ? മിർ ജാഫർ. ഇവിടെ നിന്നാണ് അണിനീക്കം, ഇവിടെ നിന്നാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതാനുള്ള സൈനിക നീക്കങ്ങളെല്ലാം നടക്കുന്ന കാര്യം മിർ ജാഫർ ആർക്കൊറ്റിക്കൊടുത്തു? റോബർട്ട് ക്ലൈവിന് ഒറ്റിക്കൊടുത്തു. ആർക്കൊറ്റിക്കൊടുത്തു? റോബർട്ട് ക്ലൈവ്. അവിടെ PSയുടെ ഒരു മുൻകാല ഇഷ്ട ചോദ്യമുണ്ട്. റോബർട്ട് ക്ലൈവിന്റെ കുറുക്കൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരെ? മിർ ജാഫർ. ഉപേക്ഷ കൃത്യമായിട്ട് പഠിക്കാം. റോബർട്ട് ക്ലൈവിന്റെ കുറുക്കൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാ? മിർ ജാഫർ ആണ്. പേരെന്താ പറഞ്ഞേ? മിർ ജാഫർ എന്ന കാര്യം ഓർക്കാം. ഇവിടെ സിറാജുദ്ദൗള ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതുന്ന കാര്യമെല്ലാം മിർ ജാഫർ ആർക്ക് ഒറ്റിക്കൊടുത്തു? റോബർട്ട് ക്ലൈവിന് ഒറ്റിക്കൊടുത്തു. ക്ലിയർ. അങ്ങനെ ഒരു മികവുറ്റ സൈന്യം തങ്ങൾക്ക് ആയെന്ന് ഉറപ്പ് വന്നപ്പോൾ സിറാജുദ്ദൗള ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ട് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു. വർഷം 1757 ജൂൺ 23 ബംഗാളിലെ പാലസി മരങ്ങളുടെ ചുവട്ടിൽ. ബംഗാളിലെ പാലസി. അപ്പൊ അവിടെ ഒരു ചോദ്യം കൂടി പഠിക്കാം. പ്ലാസിയുടെ പഴയകാല പേരെന്ത്? പാലസി. പ്ലാസിയുടെ പഴയകാല പേരെന്ത്? പാലസി എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാൻ. ക്ലിയർ. അങ്ങനെ പാലസി മരച്ചുവട്ടിൽ അങ്ങനെ ബ്രിട്ടീഷുകാരൻ സിറാജുദ്ദൗളയുടെ സൈന്യം പരസ്പരം ഏറ്റുമുട്ടാൻ ഒരു ശ്രമം നടത്തി. ക്ലിയർ. അങ്ങനെ ഏറ്റുമുട്ടാൻ തീരുമാനിക്കുന്നു. വർഷം 1757 ജൂൺ 23. ക്ലിയർ. അങ്ങനെ ബ്രിട്ടീഷ് സൈന്യം, റോബർട്ട് ക്ലൈവാണ് സൈന്യത്തിന് നേതൃത്വം നൽകിയത്. സിറാജുദ്ദൗളയുടെ സൈനിക മേധാവിയായിരുന്ന മിർ ജാഫർ യുദ്ധത്തിൽ ഏർപ്പെടാതെ മാറി നിൽക്കുന്നു. അതായത് സിറാജുദ്ദൗളയുടെ ഒരു വലിയ ഒരു സൈന്യം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാതെ നോക്കിയായിട്ട് നിൽക്കുകയാണ് ചെയ്തത്. ക്ലിയർ. അങ്ങനെ റോബർട്ട് ക്ലൈവിന് സിറാജുദ്ദൗളയെ നിശേഷം പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. ക്ലിയർ. അങ്ങനെ ചതിയിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം കുറിക്കുകയും ചെയ്തു. ആ പോരാട്ടത്തിന്റെ പേരാണ് പ്ലാസി യുദ്ധം. ക്ലിയർ. എന്നാണ് പൂർണ്ണമായിട്ടും ചതിയിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? ആധിപത്യം കുറിക്കുന്നു. ആ ആധിപത്യം കുറിക്കാൻ കാരണമായ പോരാട്ടമാണ് പ്ലാസി യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു. തുടർന്ന് ബംഗാളിലെ പുതിയ നവാബായിട്ട് ആരെ അധികാരത്തിലേറ്റി? മിർ ജാഫറിനെ അധികാരത്തിൽ കൊണ്ടുവന്നു. ക്ലിയർ. അപ്പോൾ ഓർമ്മയിട്ട് വയ്ക്കേണ്ടത് പ്ലാസി യുദ്ധത്തിലെ വിജയത്തെ തുടർന്ന് ബംഗാളിലെ നവാബായ വ്യക്തിയുടെ പേരുണ്ട് മിർ ജാഫർ ആണ്. പേരെന്താ പറഞ്ഞേ? മിർ ജാഫർ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അവിടെയും പഠിച്ചേക്കാം. പ്ലാസി യുദ്ധത്തിലെ വിജയത്തെ തുടർന്ന് നിലവിൽ വന്ന ബ്രിട്ടീഷ് പദവി ഏതാണ്? പ്ലാസി യുദ്ധത്തിലെ വിജയത്തെ തുടർന്ന് നിലവിൽ വന്ന ബ്രിട്ടീഷ് പദവി ബംഗാളിലെ ഗവർണർ ഓഫ് ബംഗാൾ. പദവി ഏതാണ്? ഗവർണർ ഓഫ് ബംഗാൾ. അപ്പം ബംഗാളിലെ ആദ്യ ഗവർണർ ആരാണ്? ആൻസർ റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിലെ ആദ്യ ഗവർണർ ആര്? ആൻസർ റോബർട്ട് ക്ലൈവ് എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കുക. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കമിടാൻ ഏത് യുദ്ധം കാരണമായി? പ്ലാസി യുദ്ധം കാരണമായി. പ്ലാസി യുദ്ധത്തിലെ വിജയത്തെ തുടർന്ന് ബംഗാളിലെ നവാബായ വ്യക്തിയുടെ പേര് മിർ ജാഫർ ആണ്. പേരെന്താ പറഞ്ഞേ? മിർ ജാഫർ ആണ്. പ്ലാസി യുദ്ധത്തിലെ വിജയത്തെ തുടർന്ന് ഇന്ത്യയിൽ നിലവിൽ വന്ന ബ്രിട്ടീഷ് പദവി ഗവർണർ ഓഫ് ബംഗാൾ എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാൻ. ക്ലിയർ ആവില്ലേ? ബംഗാളിലെ ആദ്യ ഗവർണറുടെ പേര് റോബർട്ട് ക്ലൈവ് എന്ന് കൂടി പഠിച്ചിരിക്കണം. ക്ലിയർ ആവോ? അടുത്ത് പഠിക്കേണ്ടത് ബക്സാർ യുദ്ധമാണ്. പ്രധാന പ്ലാസിയുടെ തുടർച്ചയായിട്ട് പഠിക്കേണ്ട മറ്റൊരു പോരാട്ടമാണ് ഏതാ? ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ കാരണമായ പോരാട്ടം. മുൻകാല ചോദ്യം. പ്ലാസി യുദ്ധമാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കമിട്ട യുദ്ധം പ്ലാസി യുദ്ധമാണെങ്കിൽ ഇന്ത്യയിൽ
ബ്രിട്ടീഷ് ഭരണം അരക്കിട്ടുറപ്പിക്കാൻ മീൻസ് കൂടുതൽ ശാശ്വതമാകാൻ കൂടുതൽ സ്ഥിരതയോട് വർദ്ധിക്കാൻ കാരണമായ പോരാട്ടം എന്ന് ചോദിച്ചാൽ ബക്സാർ യുദ്ധമാണ്. ബക്സാർ യുദ്ധം നടന്ന വർഷം 1764 ഒക്ടോബർ 23 ബക്സാർ യുദ്ധം നടന്ന വർഷം 1764 ഒക്ടോബർ 23 എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ബക്സാർ യുദ്ധം നടന്ന സംസ്ഥാനം ബീഹാറാണ്. ബക്സാർ യുദ്ധം നടന്നതിന്റെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ബീഹാറാണ്. വർഷം ഒന്നുകൂടി പറയാം, 1764 ഒക്ടോബർ 23 ബക്സാർ യുദ്ധം നടന്ന സംസ്ഥാനം. ബക്സാർ ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ ബീഹാർ എന്ന കാര്യം കൂടി പഠിച്ചാണ്. ക്ലിയർ ആവും. പ്ലാസി യുദ്ധങ്ങളുടെ തുടർച്ചയായിട്ട് അരങ്ങേറിയ കലാപം. ആൻസർ ബക്സാർ യുദ്ധമാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ കാരണമായ പോരാട്ടം ഏതാണ്? ബക്സാർ യുദ്ധം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു. വർഷം 1764 ഒക്ടോബർ 23 ബക്സാർ യുദ്ധം നടന്ന സംസ്ഥാനം ബീഹാറാണ്. ബക്സാർ യുദ്ധം നടന്ന സംസ്ഥാനം ബീഹാർ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. പ്ലാസിയിലെ വിജയത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ആധിപത്യം ശക്തമാക്കി. അതോടൊപ്പം തന്നെ മികവുറ്റ ഒരു സൈന്യത്തെ നിലനിർത്താൻ ആര് തുടങ്ങി? ബ്രിട്ടീഷുകാർ ആരംഭിച്ചു. ഒരു മികവുറ്റ സൈന്യത്തെ യൂറോപ്യൻ യുദ്ധരീതികൾ അഭ്യസിപ്പിച്ചുകൊണ്ടുള്ള ഒരു സൈന്യത്തെ സ്ഥിരമായിട്ട് ബംഗാൾ മേഖലയിൽ നിലനിർത്താൻ ആരംഭിച്ചു? ബ്രിട്ടീഷുകാർ ആയിരുന്നു. നമ്മൾ പഠിച്ചു പ്ലാസി ചതിയിലൂടെയാണ് ഇന്ത്യയിൽ ആധിപത്യം കുറിച്ചത്. ഇനി വരും കാലത്ത് തങ്ങളുടെ എന്താണ് വേരോട്ടത്തിന് മുന്നോട്ടുള്ള നിലനിൽപ്പിന് മറ്റേതെങ്കിലും ഇന്ത്യയിലെ ഭരണാധികാരികൾ തങ്ങൾക്കെതിരെ ചെറുത്തുനിൽപ്പ് നിർത്തിയാൽ അവരെ പരാജയപ്പെടുത്തണമെങ്കിൽ മികവുറ്റ ഒരു സൈനിക ബലം വേണമെന്നും ആർക്ക് മനസ്സിലാവും? ഇപ്പോഴത്തെ ഗവർണറായിരുന്ന റോബർട്ട് ക്ലൈവിന് മനസ്സിലാകുന്നു. അതോടുകൂടി ഒരു സ്ഥിരമായിട്ട് ഒരു സൈന്യത്തെ ആര് നിലനിർത്താൻ തുടങ്ങി? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലനിർത്താൻ ആരംഭിച്ചിരുന്നു. ക്ലിയർ ആവോ? ക്ലിയർ. അപ്പൊ അതിന്റെ അനന്തരഫലമായിട്ട് അരങ്ങേറിയ ഒരു പോരാട്ടത്തിന്റെ പേരാണ് ബക്സാർ യുദ്ധം എന്നൊക്കെ അറിയപ്പെടുന്നു. ബക്സാർ യുദ്ധം കൃത്യമായിട്ട് പഠിക്കാം. ബക്സാർ സ്ഥിതി സംസ്ഥാനം ബീഹാർ എന്ന കാര്യം ഓർക്കാം. ഏതിന്റെ തുടർച്ചയായിട്ട് അരങ്ങേറി? പ്ലാസി യുദ്ധങ്ങളുടെ തുടർച്ചയായിട്ട് അരങ്ങേറിയ കലാപം. യുദ്ധം ഏതെന്ന് ചോദിച്ചാൽ ബക്സാർ യുദ്ധം എന്ന കാര്യം ഓർക്കാം. ഇന്ത്യയിൽ ആധിപത്യം കൂടുതൽ സ്ഥിരത വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ആധിപത്യം കൂടുതൽ അരക്കിട്ടുറപ്പിക്കാൻ കൂടുതൽ ശക്തമാകാൻ കാരണമായ പോരാട്ടം എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്? ബക്സാർ യുദ്ധം എന്ന കാര്യം ഓർക്കാം. നമ്മൾ കുറച്ചു നേരത്തെ പഠിച്ചു. പ്ലാസി യുദ്ധത്തിലെ വിജയത്തെ തുടർന്ന് ബംഗാളിലെ നവാബായി അവരോധിക്കപ്പെട്ട വ്യക്തിയാണ് മിർ ജാഫർ എന്ന കാര്യം ഓർമ്മയിട്ടേക്കാം. മിർ ജാഫർ ആ സമയത്ത് നിന്നാണ് നിലവിൽ നിന്ന് ബംഗാൾ എന്നാണ് പദവി, ഗവർണർ എന്നൊരു പദവി, ബംഗാളിലെ ഗവർണർ എന്ന പദവി വന്നു. ആ വ്യക്തിയാണ് റോബർട്ട് ക്ലൈവ് ആണ് പേര്. റോബർട്ട് ക്ലൈവ് എന്ന കാര്യം ഓർമ്മയിട്ട് വെക്കും. ക്ലിയർ. അങ്ങനെ റോബർട്ട് ക്ലൈവിന്റെ വാഗ്ദാന പ്രകാരമാണ് മിർ ജാഫറിനെ ബംഗാളിലെ നവാബായിട്ട് അവരോധിക്കുന്നത്. ക്ലിയർ. എന്നാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാളിൽ വളരെയധികം വ്യാപാരം നടത്താനുള്ള ഒരുപാട് അനുമതികൾ ആര് മുഖേന നൽകപ്പെട്ടു? മിർ ജാഫർ മുഖേന നൽകപ്പെട്ടു. ക്ലിയർ. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ റോബർട്ട് ക്ലൈവ് ബംഗാൾ ഗവർണർ പദവി ഒഴിയുന്നു. ക്ലിയർ. പകരക്കാരനായി എത്തിയ വ്യക്തിയാണ് ഹെൻറിയാണ് പേര്. ഹെൻറി വാൺസ്റ്റഡ് എന്ന കാര്യം ഓർമ്മയിട്ട്. അപ്പൊ ഇങ്ങനെ പഠിക്കാം. ബംഗാളിലെ രണ്ടാമത്തെ ഗവർണർ ആര്? ഹെൻറി വാൺസ്റ്റഡ്. അപ്പൊ രണ്ടു ഗവർണർമാര് പഠിച്ചു. ബംഗാളിലെ ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവ്, ബംഗാളിലെ രണ്ടാമത്തെ ഗവർണർ ഹെൻറി വാൺസ്റ്റഡ്. പേര് ഹെൻറി വാൺസ്റ്റഡ് എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാൻ. ക്ലിയറോ? ഹെൻറി വാൺസ്റ്റഡ് ബംഗാളിലെ ഗവർണർ ആയപ്പോൾ അവിടുത്തെ നവാബായിരുന്ന ആരെ മാറ്റി? മിർ ജാഫറിനെ മാറ്റി. പകരക്കാരനായി മിർ ജാഫറിന്റെ തലമുറ കുടുംബ പാരമ്പര്യത്തിലുണ്ടായിരുന്ന മിർ കാസിമിനെ ഭരണാധികാരിയാക്കി. ആരാക്കി പറഞ്ഞേ? മിർ കാസിം. ആരെ ഭരണാധികാരിയാക്കി? മിർ കാസിമിനെ ഭരണാധികാരിയാക്കി. ക്ലിയറോ? മിർ കാസിം ഒരു മികവുറ്റ ഭരണാധികാരി ആയിരുന്നു. ക്ലിയർ ആവൂലേ? മികവുറ്റ ഭരണാധികാരിയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കളിപ്പാവയായിട്ട് നിൽക്കാൻ ആർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല? മിർ കാസിമിന് താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ മിർ കാസിം രഹസ്യമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ കരുനീക്കങ്ങൾ ആരംഭിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്ത് നിൽപ്പാനുള്ള കരുനീക്കങ്ങൾ ആരംഭിച്ചു. ക്ലിയർ. അങ്ങനെ മിർ കാസിം ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു. ആദ്യ കലാപത്തിൽ ആര് നിശേഷം പരാജയപ്പെട്ടു? മിർ കാസിം. ഞാൻ പഠിച്ചു പ്ലാസിയിലെ വിജയത്തെ തുടർന്ന് നല്ലൊരു യൂറോപ്യൻ സൈന്യത്തെ ക്ലൈവ് എവിടെ നിലനിർത്തി? ബംഗാളിൽ നിലനിർത്തി. ആ സൈന്യത്തോടൊപ്പം പിടിച്ചു നിൽക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? മിർ കാസിം
അതിനും കഴിഞ്ഞില്ല. ക്ലിയർ ആവും. അദ്ദേഹം അവിടെ നിന്ന് ബ്രിട്ടീഷുകാർക്ക് പിടി നൽകാതെ എങ്ങോട്ട് പലായനം ചെയ്തു? ഔദിലോട്ട് പാലായനം. അപ്പം വിപ്ലവ പരാജയത്തെ തുടർന്ന് മിർ കാസിം പാലായനം ചെയ്ത സ്ഥലം എവിടെയാണ്? ഔദാണ്. എവിടെയാണ് പറഞ്ഞത്? ഔദ് എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കും. ക്ലിയറോ? അങ്ങനെ ഔദില് എത്തിയ മിർ കാസിം ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതാൻ വേണ്ടി ഒരു ത്രികക്ഷി സഖ്യത്തെ രൂപീകരിച്ചു. ഏത് സഖ്യത്തെ? ത്രികക്ഷി സഖ്യം. ഒരു 3 ഭരണാധികാരികൾ കൂടിച്ചേരുന്ന സഖ്യത്തിന്റെ പേരാണ് ത്രികക്ഷി സഖ്യം എന്ന പേരിലേക്ക് അറിയപ്പെടുന്നു. ആ ത്രികക്ഷി സഖ്യത്തിൽ ഒന്നാമത്തെ വ്യക്തി ആർ തന്നെയായിരുന്നു പറഞ്ഞേ? മിർ കാസിം ആയിരുന്നു. ആര് തന്നെയായിരുന്നു പറഞ്ഞേ? മിർ കാസിമാണ്. അപ്പൊ ഏതാണ് ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം. ത്രികക്ഷത്തിൽ ഒരു വ്യക്തി പഠിച്ചു. ആരാണ്? മിർ കാസിമാണ്. രണ്ടാമത്തെ വ്യക്തി ഔദിലാണ് പോയത്. അപ്പൊ അവിടത്തെ നവാബായിരുന്ന ഷുജാ, പേര് ഷുജാ ഉദ്ദൗള, പേര് ഷുജാ ഉദ്ദൗള. രണ്ടാമത്തെ ഭരണാധികാരി പഠിച്ചതാണ് ഔദിലെ നവാബായിരുന്ന ഷുജാ ഉദ്ദൗള. മൂന്നാമത്തെ ഭരണാധികാരി മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ. ക്ലിയർ. അങ്ങനെ ത്രികക്ഷി സഖ്യം ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതാൻ വേണ്ടി മിർ കാസിം ഒരു ത്രികക്ഷി സഖ്യത്തെ രൂപീകരിച്ചു. ആ ത്രികക്ഷി സഖ്യത്തിൽ അണിനിരന്ന ഇന്ത്യൻ ഭരണാധികാരികൾ ഒന്ന് ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം, ഓൾറെഡി അറിയാം. രണ്ടാമത് അദ്ദേഹം പാലായനം ചെയ്ത സ്ഥലമായ ഔദിലെ നവാബായിരുന്ന ഷുജാ ഉദ്ദൗള. 3 മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ. മൂന്നാമത്തെ ഭരണാധികാരി മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ എന്ന കാര്യം ഓർക്കാം. അങ്ങനെ ത്രികക്ഷി സഖ്യം, ഈ 3 നേതാക്കളും അടങ്ങുന്ന ഒരു മികവുറ്റ ഒരു സൈന്യം ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതുന്നു. വർഷം 1764 ഒക്ടോബർ 23. വർഷം 1764 ഒക്ടോബർ 23 ബ്രിട്ടീഷുകാർക്കെതിരെ ത്രികക്ഷി സഖ്യം പടപൊരുതുന്നു. പക്ഷേ മികവുറ്റ യൂറോപ്യൻ സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവിടെ ആർക്ക് കഴിഞ്ഞില്ല? ഈ ത്രികക്ഷി സഖ്യത്തിന് കഴിഞ്ഞില്ല. അങ്ങനെ ഇന്ത്യൻ ഇന്ത്യൻ ഭരണാധികാരികൾ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ബക്സാർ യുദ്ധത്തിൽ നിന്നാണ് ബ്രിട്ടീഷുകാരുടെ മികവുറ്റ സൈനിക ബലം തന്നെയായിരുന്നു അവരുടെ വിജയത്തിന് നയിച്ച കാരണം. ഒന്നാം പ്ലാസി യുദ്ധത്തിൽ ചതിയിലൂടെയായിരുന്നെങ്കിൽ ബക്സാർ യുദ്ധത്തിൽ മികവുറ്റ ഒരു സൈനിക ബലത്തിന്റെ വിജയം തന്നെയായിരുന്നു ബ്രിട്ടീഷുകാർ നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ കാരണമായ പോരാട്ടം എന്ന പേരിൽ ബക്സാർ യുദ്ധം അറിയപ്പെടുന്നത്. ക്ലിയർ ആവും. അങ്ങനെ ഈ ബക്സാർ യുദ്ധത്തിന്റെ അനന്തര ഫലമായിട്ട് നിലവിൽ വന്നു, അവസാനിക്കാൻ ഒരു ഉടമ്പടി വന്നു. 1765 വർഷം 1765 അലഹബാദ് ഉടമ്പടി. 1765 അലഹബാദ് ഉടമ്പടി. ക്ലിയർ ആവൂലേ? അപ്പോൾ ഓർക്കാം, ബക്സാർ യുദ്ധം പൂർണ്ണമായിട്ടും അവസാനിക്കാൻ കാരണമായ ഉടമ്പടി 1765 അലഹബാദ് ഉടമ്പടി എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാൻ. ക്ലിയർ ആവും. ഈ ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം വിജയിച്ചതോടുകൂടി നമ്മുടെ റോബർട്ട് ക്ലൈവ് വീണ്ടും ബംഗാളിലെ ഗവർണറായി. എന്നാൽ ബക്സാർ യുദ്ധ സമയത്ത് ബംഗാളിലെ ഗവർണർ എന്ന് ചോദിച്ചാൽ ഹെൻറി വാൺസ്റ്റഡ് ആണ്. ക്ലിയർ. നമ്മൾ പഠിച്ചു, മിർ ജാഫറിനെ മാറ്റി പകരക്കാരനായിട്ട് മിർ കാസിമിനെ ആക്കിയ വ്യക്തിയാണ് ആരാ? ഹെൻറി വാൺസ്റ്റഡ്, ബംഗാളിലെ രണ്ടാമത്തെ ഗവർണർ. അവിടെ ചോദ്യം എന്താ? ബക്സാർ യുദ്ധത്തിലെ വിജയത്തെ തുടർന്ന് ബംഗാളിലെ ഗവർണറായി അവരോധിക്കപ്പെട്ട വ്യക്തിയുടെ പേര് റോബർട്ട് ക്ലൈവ്. അങ്ങനെ റോബർട്ട് ക്ലൈവ് വീണ്ടും ബംഗാളിലെ ഗവർണറായപ്പോൾ ബംഗാളിലെ നവാബായിട്ട് അതിന്റെ സുഹൃത്തായി വീണ്ടും ആരെ കൊണ്ടുവന്നു? ജാഫറിനെ വീണ്ടും കൊണ്ടുവന്നു. ആരെ കൊണ്ടുവന്നു? മിർ ജാഫറിനെ വീണ്ടും കൊണ്ടുവന്നു. ക്ലിയർ. ആദ്യം നമ്മൾ പഠിച്ചു ഏതാ? പ്ലാസി യുദ്ധത്തിൽ ചതിയിലൂടെ വന്നപ്പോൾ ഇദ്ദേഹത്തിനെല്ലാം ഒറ്റ നൽകിയ വ്യക്തിയാണ് ആരാ? സിറാജ് ഉദ്ദൗളയുടെ കാര്യങ്ങളെല്ലാം റോബർട്ട് ക്ലൈവിന് ഒറ്റ നൽകിയ വ്യക്തിയാണ് ആരാ? മിർ ജാഫറാണ്. അതുകൊണ്ട് അതിന്റെ കുറുക്കൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. റോബർട്ട് ക്ലൈവിന്റെ കുറുക്കൻ എന്നൊക്കെ അറിയപ്പെടുന്നത് മിർ ജാഫർ. അങ്ങനെ ബക്സാർ യുദ്ധത്തിലെ വിജയം വന്നപ്പോൾ അദ്ദേഹം ബംഗാളിലെ ഗവർണർ, റോബർട്ട് ക്ലൈവ് ബംഗാളിലെ ഗവർണറായി. പകരം അദ്ദേഹം എന്ത് ചെയ്തു? ബംഗാളിനെ നവാബാക്കി വീണ്ടും ആരെ കൊണ്ടുവന്നു? മിർ ജാഫറിനെ കൊണ്ടുവന്നു. അങ്ങനെ റോബർട്ട് ക്ലൈവ് കമ്പനിക്ക് നാശനഷ്ടങ്ങൾ വിധിച്ചുകൊണ്ട് എന്താണ് ഇന്ത്യൻ നേതാക്കളുമായിട്ട്, പരാജയപ്പെട്ട ഇന്ത്യയിലെ ഭരണാധികാരികളുമായിട്ട് ഒരു ഉടമ്പടി വെച്ചു. ആ ഉടമ്പടി അറിയപ്പെടുന്ന പേരാണ് അലഹബാദ് ഉടമ്പടി. അറിയപ്പെടുന്ന പേരാണ്
അലഹബാദ് ഉടമ്പടി. അലഹബാദ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1765. അപ്പൊ അലഹബാദ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് അവിടെ മിർ കാസിമില്ല. മിർ കാസിം ഇവിടെ നേരെ ഡൽഹിയിലോട്ട് പാലായനം ചെയ്തു. ക്ലിയർ. രണ്ടാമതിൽ പരാജയത്തെ തുടർന്ന് അദ്ദേഹം ആദ്യം അവധിയിലോട്ട് പോയി, രണ്ടാമത് ഡൽഹിയിലോട്ട് പോയി, രണ്ടിലും നിന്നില്ല. ക്ലിയർ ആവില്ല. എന്നാലേക്ക് അദ്ദേഹം ഓടി വിളിച്ചു. ക്ലിയർ. എന്നാൽ അലഹബാദ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച വ്യക്തികൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി അലഹബാദ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച വ്യക്തി റോബർട്ട് ക്ലൈവ് എങ്കിൽ അലഹബാദ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ ഭരണാധികാരികൾ ഔദിലെ നവാബായിരുന്ന ഷുജാ ഉദ്ദൗള, മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ എന്ന കാര്യം കൂടിയും ഓർമ്മയിട്ട് വയ്ക്കാൻ. ക്ലിയർ ആവൂലേ? ബ്രിട്ടീഷുകാർക്ക് ബംഗാള് ഏത് പൂർണ്ണ മെഡൽ വെച്ചു? ബംഗാൾ, ബീഹാർ. ഏതൊക്കെ കിട്ടി? ബംഗാള്, ബീഹാർ, അതുപോലെ തന്നെ ഔദ്, ബംഗാൾ, ബീഹാർ, ഔദ്, അതുപോലെ തന്നെ അസം തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടി ഏത്? അലഹബാദ് ഉടമ്പടി. ഏതൊക്കെ പ്രദേശങ്ങൾ? ബംഗാള്, ബീഹാർ, ഔദ്, അസം തുടങ്ങിയ ഈ പ്രദേശങ്ങളെല്ലാം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടി ഏത്? അലഹബാദ് ഉടമ്പടി. ക്ലിയറോ? അതിൽ പ്രധാനമായിട്ടും ബംഗാളിലും ബീഹാറിലും നികുതി പിരിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ ചുമതല പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയമിക്കാം എന്ന വ്യവസ്ഥ ചെയ്ത ഉടമ്പടി ഏത്? ആൻസർ അലഹബാദ് ഉടമ്പടി തന്നെയാണ്. അലഹബാദ് ഉടമ്പടിയാണ്. ക്ലിയർ ആവും. അതുപോലെ തന്നെ ബക്സാർ യുദ്ധത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുണ്ടായ മുഴുവൻ നാശനഷ്ടങ്ങളും ആര് നികത്തും? ഔദിലെ നവാബായ ഷുജാ ഉദ്ദൗളയും മുഗൾ ഭരണാധികാരിയും നികത്തും എന്ന വ്യവസ്ഥ ചെയ്ത ഉടമ്പടി തന്നെയാ അലഹബാദ് ഉടമ്പടിയാണ്. ക്ലിയർ ആവും. അതുപോലെ തന്നെ മുഗൾ ഭരണാധികാരി ഇനി മുതൽ എവിടെ താമസിക്കണം? അലഹബാദിൽ കമ്പനി നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് താമസിക്കണം. കമ്പനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിർദ്ദേശമനുസരിച്ച് മാത്രമേ ആർക്ക് പ്രവർത്തിക്കാൻ കഴിയൂ? ആ മുഗൾ ഭരണാധികാരിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന വ്യവസ്ഥ ചെയ്ത ഉടമ്പടി എന്നൊക്കെ ചോദിച്ചാൽ ഏതാ? അലഹബാദ് ഉടമ്പടിയാണ്. പ്രധാനമാണ്. ബക്സാർ യുദ്ധാനന്തരം നിലവിൽ വന്ന ഉടമ്പടിയുടെ പേരാണ് അലഹബാദ് ഉടമ്പടി. അലഹബാദ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1765 ആണ്. അലഹബാദ് ഉടമ്പടിയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ച വ്യക്തി റോബർട്ട് ക്ലൈവ്. അലഹബാദ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ ഭരണാധികാരികൾ ഔദിലെ നവാബായിരുന്ന ഷുജാ ഉദ്ദൗള, മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ബക്സാർ യുദ്ധം പൂർണ്ണമായിട്ടും അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് അലഹബാദ് ഉടമ്പടിയാണ്. അതോടൊപ്പം തന്നെ ബംഗാൾ, ബീഹാർ, ഔദ്, അസം തുടങ്ങി ഭൂപ്രദേശങ്ങൾ കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ ആകാൻ കാരണമായ ഉടമ്പടി ഏത്? ആൻസർ അലഹബാദ് ഉടമ്പടിയാണ്. ബംഗാളിലും ബീഹാറിലും നികുതി പിരിക്കാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയമിക്കാം എന്ന വ്യവസ്ഥ ചെയ്തു. ഏത് ഉടമ്പടി പ്രകാരം? അലഹബാദ് ഉടമ്പടി. വർഷം മറക്കരുത്, 1765 എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ബക്സാർ യുദ്ധത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടായ നാശനഷ്ടത്തിനുള്ള ചെലവ് ഷുജാ ഉദ്ദൗളയും അതുപോലെ തന്നെ ഷാ ആലം രണ്ടാമനും നികത്തണം എന്ന വ്യവസ്ഥ ചെയ്ത ഉടമ്പടി ഏത്? അലഹബാദ് ഉടമ്പടി. അതുപോലെ തന്നെ മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാ ആലം രണ്ടാമൻ ഇനി മുതൽ കമ്പനി നിർദ്ദേശിക്കുന്നിടത്ത് താമസിക്കണം എന്ന വ്യവസ്ഥ ചെയ്ത ഉടമ്പടി ഏത് എന്ന് ചോദിച്ചാലും തന്നെയാ അലഹബാദ് ഉടമ്പടി എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാൻ. ക്ലിയർ. അപ്പൊ രണ്ടാം ഘട്ടത്തിൽ പഠിച്ചത് ബക്സാർ യുദ്ധം ഏറ്റവും പ്രധാനം, കുറച്ച് പോയിന്റേ ഉള്ളൂ. അതിന്റെ അനുബന്ധമായിട്ട് പഠിച്ചത് അലഹബാദ് ഉടമ്പടി 1765. അത് ഒരു 10ഓളം പോയിന്റുകൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചേക്കണം. ക്ലിയർ ആവൂലേ? ക്ലിയർ ആവും. അങ്ങനെ ഒന്നാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥിരതയോടെ നിലനിൽക്കാൻ വേണ്ടി കാരണമായ 2 പോരാട്ടങ്ങളായിരുന്നു പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും എന്ന കാര്യം ഓർമ്മയിട്ട്. ഇതിനെല്ലാം നിർണായക പങ്ക് വഹിച്ച ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു റോബർട്ട് ക്ലൈവ്. പേര് റോബർട്ട് ക്ലൈവ് എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കും. ക്ലിയർ. അപ്പം ചോദ്യമുണ്ട്, റോബർട്ട് ക്ലൈവ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ സ്ഥാപകൻ, ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് തുടക്കമിട്ട വ്യക്തി ആര്? ആൻസർ ആരാണ്? റോബർട്ട് ക്ലൈവ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനെന്നോ ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട ഉദ്യോഗസ്ഥൻ എന്നൊക്കെ ചോദിച്ചാൽ ആൻസർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ക്ലിയർ. അങ്ങനെ റോബർട്ട് ക്ലൈവിന് കിട്ടിയ ഒരു വിശേഷണമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് അറിയപ്പെടുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ
ബാബർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ആൻസർ ആർ തന്നെയാണ് റോബർട്ട് ക്ലൈവ്. അവിടെ ഒരു 3 പോയിന്റ് തിരിയാതെ കൃത്യമായിട്ട് ഓർമ്മയിട്ട് വയ്ക്കേണ്ടതായിട്ടുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ ആരെന്ന് ചോദിച്ചാൽ റോബർട്ട് ക്ലൈവും, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ ആരെന്ന് ചോദിച്ചാൽ റിച്ചാർഡ് വെല്ലസ്ലിയും, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് ആരെന്ന് ചോദിച്ചാൽ കഴ്സൺ പ്രഭുവാണ്. ക്ലിയർ ആവൂലേ? ആശയക്കുഴപ്പം വരുത്തണ്ട. ഈ 3 പോയിന്റ് ചോദിച്ചാൽ എപ്പോഴും ഇവർ ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. ആദ്യം പഠിക്കാം റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ. നമ്മൾ ആദ്യം ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞു മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ച വ്യക്തിയാണ് ആരാ? ബാബറാണ്. ക്ലിയർ? അപ്പൊ ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട ഉദ്യോഗസ്ഥനായിരുന്നു ആരാ പറഞ്ഞ? റോബർട്ട് ക്ലൈവ്. അങ്ങനെ കിട്ടിയ ഒരു വിശേഷണമാണ് ഏതാ? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് ആരറിയപ്പെടുന്നു? റോബർട്ട് ക്ലൈവ് അറിയപ്പെടുന്നു. അങ്ങനെ ഒന്ന് കണക്റ്റിംഗ് കണ്ട് മനസ്സിലാക്കി വെച്ചേക്കണം. ക്ലിയറോ? അല്ലെങ്കിൽ ആശയക്കുഴപ്പമോ നമുക്ക് തിരിയാനുള്ള സാധ്യത ഉണ്ട്. ബാബറും അക്ബറും എല്ലാം നമുക്ക് തിരിയാനുള്ള സാധ്യത ഉണ്ട്. ക്ലിയർ? രണ്ടാമത് പഠിച്ചു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ. അക്ബർ എന്നാണ് മുഗൾ ഭരണാധികാരി തന്നെയാണ്. മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭനും ഏറ്റവും ശക്തനുമായ ഒരു രാജാവായിരുന്നു ആരാ പറഞ്ഞേ? അക്ബർ ചക്രവർത്തി. മുഗൾ സാമ്രാജ്യം ഏറ്റവും വിശാലമായതല്ല അക്ബറിന്റെ കാലത്താണ്. രണ്ടാം പാനിപത്യത്തിലൂടെ നിന്നാണ് സ്ഥിരമായ ഒരു അടിത്തറ മുകളിലിട്ട ഭരണാധികാരി ആര് തന്നെയായിരുന്നു? അക്ബർ തന്നെയായിരുന്നു. ക്ലിയർ? അതുപോലെ തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വിശാലമായതും വിസ്തൃതമായതും ആരുടെ ഭരണകാലത്തായിരുന്നു? റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലത്തായിരുന്നു. ആരുടെ കാലത്തായിരുന്നു? റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലത്തായിരുന്നു. അങ്ങനെ കിട്ടിയ വിശേഷണമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന് ആരറിയപ്പെടുന്നു? റിച്ചാർഡ് വെല്ലസ്ലി അറിയപ്പെടുന്നു. ക്ലിയർ? ഇനി ഒരു പോയിന്റ് ഉണ്ട്. അതാ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് മുഗൾ ഭരണത്തിലെ മുഗൾ രാജവംശത്തിലെ ഏറ്റവും ദുഷ്ടനും നീചനുമായ ഒരു ഭരണാധികാരിയായിരുന്നു ആരാ പറഞ്ഞേ? ഔറംഗസേബ് ചക്രവർത്തി. ഔറംഗസേബ് ചക്രവർത്തി തൻ്റെ പിതാവായ ഷാജഹാനെ തുറങ്കലടച്ചുകൊണ്ടും തൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരെ വധിച്ചുകൊണ്ടുമാണ് ഔറംഗസേബ് മുഗൾ ഭരണാധികാരിയായിട്ട് അവരോധിക്കപ്പെടുന്നത്. ക്ലിയർ? കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും വാദ്യവുമെല്ലാം നിർത്തലാക്കിയ ഒരു ഭരണാധികാരിമാർ തന്നെയായിരുന്നു ഔറംഗസേബ്. ഒരു കാർക്കശ്യക്കാരനായ ഭരണാധികാരിയായിരുന്നു ആരാ പറഞ്ഞേ? ഔറംഗസേബ്. ക്ലിയർ? ഇതിന്റെ തനി പകർപ്പായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആരാ? കഴ്സൺ പ്രഭു. ഇന്ത്യയും ഇന്ത്യക്കാരെയും ഒട്ടും ഇഷ്ടമില്ല, ഭരണകാര്യങ്ങളെല്ലാം വളരെയധികം കാർക്കശ്യത്തോടെ നടത്തിയിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ആരാ പറഞ്ഞേ? കഴ്സൺ പ്രഭു. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് ആരറിയപ്പെടുന്നത്? കഴ്സൺ പ്രഭു അറിയപ്പെടുന്നത്. ആരറിയപ്പെടുന്നത്? കഴ്സൺ പ്രഭു അറിയപ്പെടുന്നു. മുൻകാല ചോദ്യം കൃത്യമായിട്ട് ചിന്തിച്ചു വെക്കാം. 3 പോയിന്റുകൾ തിരിയരുത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ റോബർട്ട് ക്ലൈവ്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ റിച്ചാർഡ് വെല്ലസ്ലി, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് കഴ്സൺ പ്രഭു എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ഇന്ത്യയും ഇന്ത്യക്കാരെയും ഇഷ്ടമില്ലാത്ത വൈസ്രോയ് ആര്? ആൻസർ കഴ്സൺ ആണ്. ഇന്ത്യയും ഇന്ത്യക്കാരെയും ഇഷ്ടമില്ലാത്ത വൈസ്രോയ് കഴ്സൺ എങ്കിൽ ഇന്ത്യയും ഇന്ത്യക്കാരെയും ഇഷ്ടമില്ലാത്ത മുഗൾ ചക്രവർത്തി ഓപ്ഷനിൽ ഔറംഗസേബ് ഉണ്ടായിരിക്കും. തിരിയരുത്. ഇന്ത്യയും ഇന്ത്യക്കാരെയും ഇഷ്ടമില്ലാത്ത മുഗൾ ചക്രവർത്തി ഓപ്ഷനിൽ ഔറംഗസേബ് ഉണ്ടായിരിക്കും. ആൻസർ ബാബറാണ്. ആൻസർ ബാബറാണ്. ക്ലിയർ? ഔറംഗസേബ് അല്ല. ഇന്ത്യയും ഇന്ത്യക്കാരെയും ഇഷ്ടമില്ലാത്ത മുഗൾ ചക്രവർത്തി ബാബറാണ്. ക്ലിയർ ആവും? അവിടെ നിന്നാണ് ദുഷ്ടനായിരുന്നു, നീചനായിരുന്നു, അതെല്ലാം എന്നാണ് മുഗൾ രാജവംശത്തിൽ നടത്തിയ ഒരു ചക്രവർത്തിയായിരുന്നു ആരാ? ഔറംഗസേബ്. കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും വാദ്യം നിർത്തലാക്കി തന്റെ പിതാവായ ഷാജഹാനെ തുറങ്കലടച്ചു, തന്റെ ജ്യേഷ്ഠന്മാരെ വധിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നു തുടങ്ങിയവയെല്ലാം നടത്തിയതാണ് ഔറംഗസേബ്. തിരിയരുത്. ക്ലിയർ ആവും? ഇന്ത്യയും ഇന്ത്യക്കാരെയും ഇഷ്ടമില്ലാത്ത മുഗൾ ചക്രവർത്തി ബാബറെങ്കിൽ ഇന്ത്യയും ഇന്ത്യക്കാരെയും ഇഷ്ടമില്ലാത്ത വൈസ്രോയുടെ പേര് കഴ്സൺ പ്രഭു എന്ന കാര്യം കൂടിയും ഓർമ്മയുണ്ട്. അപ്പോൾ റോബർട്ട് ക്ലൈവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന പോയിന്റുകൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട ഉദ്യോഗസ്ഥൻ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് അറിയപ്പെടുന്നു. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ, ബംഗാളിലെ ആദ്യ ഗവർണർ, 2 തവണ ബംഗാളിലെ ഗവർണറായ വ്യക്തി, 2 തവണ ബംഗാളിലെ ഗവർണറായ വ്യക്തി ആര്? ആൻസർ ആർ തന്നെയാണ് റോബർട്ട് ക്ലൈവ്. ക്ലൈവ് എത്ര തവണ ആയിട്ടുണ്ട്? 2 തവണ ആയിട്ടുണ്ട്. ഇങ്ങനെ പഠിക്കാം. പ്ലാസി യുദ്ധത്തിലെ വിജയത്തെ തുടങ്ങാം, ബക്സാർ യുദ്ധത്തിലെ വിജയത്തെ തുടങ്ങാം. ബംഗാളിലെ ഗവർണറായ വ്യക്തി ആര്? ആൻസർ ആർ തന്നെയാണ് റോബർട്ട് ക്ലൈവ് തന്നെയാണ്. തിരിയരുത്. ബംഗാളിലെ ആദ്യ
ഗവർണർ ഓൾറെഡി അറിയാം. 2 തവണ ബംഗാളിലെ ഗവർണറായി. ആൻസർ ആരാണ്? റോബർട്ട്. 2 തവണ. അപ്പൊ ഏതൊക്കെ സാഹചര്യം? 1 പ്ലാസി യുദ്ധത്തിലെ വിജയത്തെ തുടർന്ന്, 2 ബക്സാർ യുദ്ധത്തിലെ വിജയത്തെ തുടർന്ന് ബംഗാളിലെ ഗവർണറായ വ്യക്തി ആര്? ആൻസർ ആർ തന്നെയാണ് റോബർട്ട് ക്ലൈവ്. ഇദ്ദേഹത്തിന്റെ വിവാദമായ ഒരു വാചകം ഒട്ടനവധി തവണ മുൻകാലമായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ ഭാരതത്തെ കീഴ്പ്പെടുത്താം. എനിക്ക് 2000 പട്ടാളക്കാരെ, എനിക്ക് 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ ഭാരതത്തെ കീഴ്പ്പെടുത്താം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി എന്ന് ആരുടെ വാക്കാണ്? ആൻസർ റോബർട്ട് ക്ലൈവ്. വളരെ പ്രശസ്തമായ ഒരു വാക്കാണ്. എനിക്ക് 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ ഭാരതത്തെ കീഴ്പ്പെടുത്താം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയുടെ പേരെന്ന്? ആൻസർ റോബർട്ട് ക്ലൈവ് ആണ്. തിരിയാതൊരു വാചകം കൂടി മുൻകാലം ഓർമ്മയിട്ട് വയ്ക്കാം. റോബർട്ട് ക്ലൈവിന്റെ അല്ല, കഡ്സന്റെ വാചകമാണ്. ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് ഹിമാലയത്തിന്റെ ഉയരം അളക്കാനോ? ചോദ്യം ഒന്നുകൂടി പറയാം. ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് ഹിമാലയത്തിന്റെ ഉയരമളക്കാനോ താജ്മഹലിന്റെ ഭംഗി കാണുവാനോ അല്ല, മറിച്ച് എൻ്റെ പൂർവികർ ഇന്ത്യ ഭരിച്ചതുപോലെ തോക്കും വാളും ഉപയോഗിച്ച് ഇന്ത്യ ഭരിക്കപ്പെടും എന്ന് പ്രഖ്യാപിച്ച വൈസ്രോയാര്? അത് കഴ്സൺ പ്രഭുവാണ്. എന്നാൽ എനിക്ക് 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ ഭാരതത്തെ കീഴ്പ്പെടുത്താം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാര്? റോബർട്ട് ക്ലൈവ് ആണ്. അവിടെയും പഠിച്ചു വയ്ക്കാം. അപവാദ പ്രചരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വ്യക്തിയാര്? അപവാദ പ്രചരണം. 2000 പട്ടാളക്കാരെ കൊണ്ട് ഭാരതത്തെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല, അതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വ്യക്തിയാര്? റോബർട്ട് ക്ലൈവ് തന്നെയാണ്. അപവാദ പ്രചരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വ്യക്തിയാര്? ആൻസർ ആർ തന്നെയാണ് റോബർട്ട് ക്ലൈവ്. നവാബ് മേക്കർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. നവാബ് മേക്കർ നമുക്കറിയാം. പ്ലാസിയിലെ വിജയത്തെ തുടർന്ന്, ബക്സാറിലെ വിജയത്തെ തുടർന്ന് മിർ ജാഫറിനെ ബംഗാളിലെ നവാബായി അവരോധിപ്പിക്കേണ്ട വ്യക്തിയായിരുന്നു ആരാ? റോബർട്ട് ക്ലൈവ്. അങ്ങനെ കിട്ടിയ വിശേഷണമാണ് നവാബ് മേക്കർ. ഏത് പേരിൽ അറിയപ്പെടുന്നു? നവാബ് മേക്കർ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആര്? ആൻസർ റോബർട്ട് ക്ലൈവ് എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്നറിയപ്പെടുന്നു. സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ്, സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയും റോബർട്ട് ക്ലൈവ് ആണ്. സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന റോബർട്ട് ക്ലൈവിനെ വിശേഷിപ്പിച്ചത് അന്നത്തെ പ്രധാനമന്ത്രി ചാത്തൻ പ്രഭു ആണ്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ചാത്തൻ പ്രഭു, അല്ലെങ്കിൽ വില്യം പിറ്റ് എന്ന കാര്യം ഓർക്കാം. ചാത്തൻ പ്രഭു എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ക്ലിയർ? അപ്പോൾ റോബർട്ട് ക്ലൈവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. റോബർട്ട് ക്ലൈവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട വ്യക്തി, ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തി, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന വ്യക്തി, ബംഗാളിലെ ആദ്യ ഗവർണർ, 2 തവണ ബംഗാളിലെ ഗവർണറായ വ്യക്തി, പ്ലാസി യുദ്ധത്തിലെ വിജയത്തെ തുടർന്ന്, ബക്സാർ യുദ്ധത്തിലെ വിജയത്തെ തുടർന്ന് ബംഗാളിലെ ഗവർണർ ആയ വ്യക്തി, എനിക്ക് 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ ഭാരതത്തെ കീഴ്പ്പെടുത്താം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി, അപവാദ പ്രചരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വ്യക്തി, നവാബ് മേക്കർ എന്നറിയപ്പെടുന്ന വ്യക്തി, സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്നറിയപ്പെടുന്ന വ്യക്തി എന്നൊക്കെ പറഞ്ഞു ചോദിച്ചാൽ ആർ തന്നെയാണ്? റോബർട്ട് ക്ലൈവ് ആണ്. സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന റോബർട്ട് ക്ലൈവിനെ വിശേഷിപ്പിച്ച വ്യക്തി വില്യം പിറ്റ് ആണ്. ആൻസർ വില്യം പിറ്റ്, അല്ലെങ്കിൽ ചാത്തൻ പ്രഭു എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാൻ. ക്ലിയർ ആവില്ലേ? ഇനി അതിന്റെ ഭരണകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമാണ് ബംഗാളിൽ ദ്വിഭരണം നടപ്പിലാക്കിയ വ്യക്തി. ബംഗാളിൽ എന്ത് കൊണ്ടുവന്നു? ദ്വിഭരണം. 1765 ബംഗാളിൽ ദ്വിഭരണം നടപ്പിലാക്കിയ വർഷം ഏത്? 1765. ദ്വിഭരണം 2 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഭരണമാണ് ദ്വിഭരണം എന്നൊക്കെ അറിയപ്പെടുന്നു. ക്ലിയർ? അതായത് ബ്രിട്ടീഷുകാര് ഈ പ്രദേശങ്ങളിലെല്ലാം ബംഗാള്, ബീഹാർ അവർ ആധിപത്യം തുടങ്ങിയപ്പോൾ ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കുന്ന ഒരു പ്രവണത ആരംഭിച്ചു? ബ്രിട്ടീഷുകാർ. നികുതി ബ്രിട്ടീഷുകാർക്ക് ആര് നൽകണം? ഇന്ത്യൻ ജനത നൽകണം. ക്ലിയർ? ആ ഒരു പ്രവണത അവര് ആരംഭിച്ചു. ക്ലിയർ? അതാണ് അതിലേക്ക് കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് ഏതാ? ദ്വിഭരണം. ക്ലിയർ? അതായത് എന്താണ്? ജനങ്ങൾക്കിടയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മോശക്കാരായിട്ട് ചിത്രീകരിക്കപ്പെടാൻ പാടില്ല. അതായത് കമ്പനി ഒരു ഉദ്യോഗസ്ഥനെ നികുതി പിരിക്കാൻ വേണ്ടി നിയമിക്കും. ക്ലിയർ ആവില്ലേ? കമ്പനി, അതായത് ഞാൻ കമ്പനിയാണ്, ഞാൻ നികുതി പിരിക്കാൻ വേണ്ടി എൻ്റെ പ്രതിനിധിയായിട്ട് ഒരു വ്യക്തി അങ്ങോട്ട് ജനങ്ങളിലേക്ക്, കർഷകരുടെയിലേക്ക് വിടും. ക്ലിയറോ? അത് ജന്മി എന്ന പേരിലൊക്കെ അറിയപ്പെടും. ആ വ്യക്തി ആ കർഷകരുടെ അടുത്ത് പോയി നികുതി ഇനങ്ങളെല്ലാം പിഴിഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് ആർക്ക് തരും? എനിക്ക് തരും. വേറെ ഒന്നും ഒരു ദാക്ഷിണ്യൊന്നും കാണിക്കുക. എല്ലാ കർഷകരിൽ നിന്നും ജനങ്ങളിൽ നിന്നും നികുതി ഇനങ്ങൾ ആ വ്യക്തി പിരിച്ചുകൊണ്ട് നേരെ ആരെ തരും? ഉദ്യോഗസ്ഥൻ ഇന്ത്യയിൽ തരും. ക്ലിയറോ? ഞാൻ അതിൽ നിന്ന് ഒരു വിഹിതം ആ ഉദ്യോഗസ്ഥന് ശമ്പളമായിട്ട്
കൊടുക്കുക. ക്ലിയർ? അപ്പം ജനങ്ങൾക്കിടയിൽ ആണെന്നാണ്, എനിക്ക് മോശക്കാരനൊരു പ്രതിനിധിയില്ല, അവിടെ ആര് കള്ളനായിട്ട് കാണും? ജന്മിയാണ് എല്ലാം പിരിസമായിട്ട് കാണും. ക്ലിയർ? ലാഭം മാത്രമേ മാർക്കാണ്, എനിക്ക് മാത്രമാണ്. ക്ലിയർ? അങ്ങനെ കൊണ്ടുവന്നൊരു സമ്പ്രദായമാണ് ബംഗാളിലെ ദിഫർണം എന്നൊക്കെ അറിയപ്പെടുന്നു. ബംഗാളിൽ ദിഫർണം കൊണ്ടുവന്നത് റോബർട്ട് ക്ലൈവ് എങ്കിൽ ബംഗാളിൽ ദിഫർണം നിർത്തലാക്കിയത് വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിൽ ദിഫർണം കൊണ്ടുവന്നത് റോബർട്ട് ക്ലൈവ് എങ്കിൽ ബംഗാളിൽ ദിഫർണം നിർത്തലാക്കിയത് 1772 വാറനാണ്. വാറൻ ഹേസ്റ്റിങ്സ് ആണ്. വാറൻ ഹേസ്റ്റിങ്സ് എന്ന കാര്യം കൂടി ഓർമ്മയുടെ. നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്ട്? വാറൻ ഹേസ്റ്റിങ്സ്. ഏത് വർഷത്തിൽ? 1772 എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. ആദ്യമായി കണ്ടോയ്മെന്റുകൾ മീൻസ് എന്നാണ്? സൈനിക താവളങ്ങൾ. ആദ്യമായി ഇന്ത്യയിൽ കണ്ടോയ്മെന്റുകൾ സ്ഥാപിച്ച ഭരണാധികാരി റോബർട്ട് ക്ലൈവ് ആണ്. ആദ്യമായി സൈനിക താവളങ്ങൾക്ക് തുടക്കമിട്ട വ്യക്തിയുടെ പേര് റോബർട്ട് ക്ലൈവ് എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാൻ. ക്ലിയർ ആവും എന്നാണ്? ഇന്ത്യയിൽ ആകെ എന്നാണ് കണ്ടോയ്മെന്റുകൾ സ്ഥാപിച്ചു തുടങ്ങിയത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. അവിടെയും പഠിക്കാം. ഇന്ത്യയിൽ ആകെ 62 കണ്ടോയ്മെന്റുകൾ ഉണ്ട്. നിലവിൽ എത്ര സൈനിക താവളങ്ങളുണ്ട്? 62 സൈനിക താവളങ്ങളുണ്ടെങ്കിൽ അതിൽ ആദ്യ സൈനിക താവളം, ആദ്യ കണ്ടോയ്മെന്റ് അറിയപ്പെടുന്ന എവിടെയാണ്? ഫാട്ടിൻഡ. ആദ്യ സൈനിക താവളം എവിടെ ചെയ്യുന്നു? ഫാട്ടിൻഡ. അവിടെയും എപ്പോഴും പ്രീവിയസ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ചെയ്യുന്ന ഏക കണ്ടോയ്മെന്റ് അല്ലെങ്കിൽ കേരളത്തിലെ കണ്ടോയ്മെന്റുകളുടെ എണ്ണം എത്ര? ഒരെണ്ണമാണ്. അത് കണ്ണൂർ ജില്ലയിലാണ്. അത് എവിടെ? എവിടെയാണ്? കണ്ണൂർ എന്ന കാര്യം കൂടിയും ഓർമ്മയിട്ട്. അപ്പം നമ്മുടെ റോബർട്ട് ക്ലൈവിന്റെ ഭരണകാര്യവുമായി ബന്ധപ്പെട്ട് 2 പോയിന്റ് കൂടി ഒന്ന് പഠിച്ചു. ആ 2 പോയിന്റ് ഞാൻ ഒന്നുകൂടി പറയാം. ബംഗാളിൽ ദിഫർണം നടപ്പിലാക്കി വ്യക്തിയുടെ പേര് റോബർട്ട് ക്ലൈവ് ആണ്. ദിഫർണം നടപ്പിലാക്കിയ വർഷം 1765 ആണ്. ബംഗാളിൽ ദിഫർണം നിർത്തലാക്കി 1772. ബംഗാളിൽ ദിഫർണം നിർത്തലാക്കിയ വ്യക്തിയുടെ പേര് വാറൻ ഹേസ്റ്റിങ്സ് എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ഇന്ത്യയിൽ ആദ്യമായി കണ്ടോയ്മെന്റുകൾ സ്ഥാപിച്ചു. കണ്ടോയ്മെന്റുകൾ എന്ന വാക്കിനർത്ഥം സൈനിക താവളങ്ങൾ. ഇന്ത്യയിലാകെ കണ്ടോയ്മെന്റുകളുടെ എണ്ണം 62. ആദ്യ കണ്ടോയ്മെന്റ് ഫാട്ടിൻഡ. ഫാട്ടിൻഡ എവിടെയെന്ന് ചോദിച്ചാൽ പഞ്ചാബ് ആണ്. ഫാട്ടിൻഡ എവിടെയാണ്? പഞ്ചാബ് എന്ന കാര്യം ഓർക്കാം. കേരളത്തിൽ എത്ര കണ്ടോയ്മെന്റുകളുണ്ട്? ഏക ഒന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ഏക കണ്ടോയ്മെന്റ് കണ്ണൂര് എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വച്ചേക്കണം. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ റോബർട്ട് ക്ലൈവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. അവിടെ അനുബന്ധമായിട്ട് നമ്മൾ പഠിച്ചത് കണക്റ്റിംഗ് ആയിട്ട് 3 പോയിന്റ് പഠിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന റോബർട്ട് ക്ലൈവ് അറിയപ്പെടുമ്പോൾ ബബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന റിച്ചാർഡ് വെല്ലസ്ലി അറിയപ്പെടുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് ആരറിയപ്പെടുന്നു? കഡ്സൺ. ലോർഡ് കഡ്സൺ പ്രഭു അറിയപ്പെടുന്നു. ക്ലിയർ? കഡ്സന്റെ ഒരു പ്രധാന വാചകം ഒട്ടനവധി തവണ ചെയ്തുകൊണ്ട്, അതുകൊണ്ട് ഇതിന്റെ കൂട്ടം തന്നെ പഠിച്ചു വയ്ക്കാം. ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് ഹിമാലയത്തിന്റെ ഉയരം അളക്കാനോ താജ്മഹലിന്റെ ഭംഗി കാണുവാനോ അല്ല, മറിച്ച് എന്റെ പൂർവികർ ഇന്ത്യ ഭരിച്ചതുപോലെ തോക്കും വാളും ഉപയോഗിച്ച് ഇന്ത്യ ഭരിക്കപ്പെടും എന്ന് പ്രഖ്യാപിച്ച വൈസ്രോയ് ആര്? ആൻസർ കഡ്സൺ പ്രഭുവാണ്. ഇന്ത്യയും ഇന്ത്യക്കാരെയും ഇഷ്ടമില്ലാത്ത വൈസ്രോയ് കഡ്സൺ എങ്കിൽ ഇന്ത്യയും ഇന്ത്യക്കാരെയും ഇഷ്ടമില്ലാത്ത മുഗൾ ചക്രവർത്തി, വീണ്ടും പറയാണ് ഔറംഗസേബ് ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. ഇന്ത്യയും ഇന്ത്യക്കാരെയും ഇഷ്ടമില്ലാത്ത മുഗൾ ചക്രവർത്തി ബാബറാണ്. സ്ഥാപകനാണ്, മുഗൾ സാമ്രാജ്യ സ്ഥാപകനാണ് ബാബർ എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാൻ. ക്ലിയർ? അപ്പൊ ഈ കാര്യങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ ടോപ്പിക് ചർച്ച ചെയ്തത് പ്ലാസി യുദ്ധം എങ്ങനെയാണ് അവർ അടിത്തറയിട്ട കാര്യം പറഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ട് ബക്സാർ യുദ്ധം, അവരുടെ നിയന്ത്രണത്തിൽ നികുതി പിരിക്കാൻ എല്ലാത്തിനു വേണ്ടി ഒരു ഉടമ്പടി, അലഹബാദ് ഉടമ്പടി, അതിന്റെ തുടർച്ചയായിട്ട് റോബർട്ട് ക്ലൈവ് അനുബന്ധ കുറച്ച് പോയിന്റ് നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ ഇത്രയും കാര്യം കൃത്യമായിട്ടൊന്ന് പഠിച്ചേക്കാം.